ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. വാഴ എന്ന് പറഞ്ഞ പടത്തിലത്തെ ഒരു പാട്ട് എന്ന് പറഞ്ഞായിരുന്നു പാദവതി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്, അത് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ റോയൽ എന്ന് പറഞ്ഞ പടത്തിലത്തെ നാനേ കൃഷ്ണ നാനേ ശ്യാം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് വരാൻ പോവുകയാണ് ഓഗസ്റ്റ് 14 2/16. പിന്നെ ഭൈരതി രണകൾ എന്ന് പറഞ്ഞിട്ടുള്ള ശിവരാജ്കുമാർ അഭിനയിക്കുന്ന പടം, അതിൻ്റെ ടൈറ്റിൽ ട്രാക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടൈറ്റിൽ ട്രാക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ദേവര എന്ന് പറഞ്ഞ പടത്തിലത്തെ സെക്കൻഡ് സിംഗിൾ പുറത്തിറങ്ങിയിരുന്നു. അത് 70 മില്യൺ പ്ലസ് വ്യൂസ് ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ പാട്ട് ഹിറ്റ് ആയിട്ടുണ്ട്, ഫസ്റ്റ് പാട്ട് പോലെ. പിന്നെ നുണക്കുഴി എന്ന് പറഞ്ഞ പടത്തിൻ്റെ 4 days to go പോസ്റ്റർ വന്നു. പിന്നെ രഘുത്തത്ത എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന് 4 days to go പോസ്റ്റർ വന്നു. പിന്നെ മണിച്ചിത്രത്താഴ് റിലീസിന് എത്തുന്നുണ്ട് ഓഗസ്റ്റ് 17. അപ്പോൾ അതിൻ്റെ 6 days to go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നു. പിന്നെ പടത്തിൻ്റെ ട്രെയിലർ ഇന്ന് 7 മണിക്ക് വരും എന്ന് പറഞ്ഞിരുന്നു, അത് വന്നിട്ടുണ്ട്, റീമാസ്റ്റർ ചെയ്ത വെർഷൻ. പിന്നെ മനോരഥങ്ങൾ എന്ന് പറഞ്ഞ പടത്തിൻ്റെ കുറേ പോസ്റ്റേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. Z5 ഓഗസ്റ്റ് 15 വരുന്നത്. പിന്നെ മിസ്റ്റർ ബച്ചൻ എന്ന് പറഞ്ഞ പടത്തിന് പ്രീ റിലീസ് ഇവന്റ് നാളെ നടക്കാൻ പോവുകയാണ് 6 മണിക്ക്. പിന്നെ തങ്കല എന്ന് പറഞ്ഞ പടത്തിന് ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പൺ ആവും എന്നുള്ളത്. പിന്നെ 4 days to go പോസ്റ്റർ വന്നിട്ടുണ്ട് അതിൻ്റെ. പിന്നെ പടത്തിലത്തെ അറുവടൈ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് നാളെ 7 മണിക്ക് വരും എന്നുള്ള അറിയിച്ചു. പിന്നെ മട്ക എന്ന് പറഞ്ഞിട്ടുള്ള വരുന്തേജിൻ്റെ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് ഇന്ന് 11/7 വരുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നീട്ടിച്ചിട്ടുണ്ടായിരുന്നു, 12/6 ആക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഒരു ചീട്ടിൻ്റെ കാർഡ് പോലത്തെ രീതിയിലാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുള്ളത്. പിന്നെ വിടാമുയർച്ചി എന്ന് പറഞ്ഞ പടത്തിലത്തെ രജിന കസാൻഡ്രയുടെ പോസ്റ്റർ വന്നു. എല്ലാ പോസ്റ്ററിലും അജിത് കുമാറിൻ്റെ ഉള്ളിൽ ബ്ലെൻഡ് ആക്കിയിട്ടാണ് ഓരോരുത്തരെ കാണിക്കൽ. എന്തായാലും ഇപ്പോൾ ഇതിൽ തൃശയുടെയും അജിത് കുമാറിൻ്റെ ഫോട്ടോയുടെ ഉള്ളിൽ ബ്ലെൻഡ് ആക്കിയിട്ടാണ് രജനി കസാൻഡ്രന്ന് വെച്ചിട്ടുള്ളത്. പിന്നെ അഗാധ ഓൾ അലം എന്ന് പറഞ്ഞിട്ടുള്ള മാർവൽ സ്റ്റുഡിയോസിൻ്റെ അടുത്ത് സീരീസ് വരുന്നുണ്ട്. അത് Disney+ ഹോട്ട്സ്റ്റാറിലൂടെ സെപ്റ്റംബർ 18 വരും എന്നുള്ള അറിയിച്ചു. പിന്നെ ജോഫിൻ ടി ചാക്കോ ദ പ്രീസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മമ്മൂട്ടിയുടെ പടത്തിന് ശേഷം എടുക്കാൻ പോകുന്ന പടം ആസിഫലിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റാപ്പ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടൈറ്റിൽ ഇന്ന് അറിയിക്കുന്നുള്ളൂ, ഫസ്റ്റ് ലുക്ക് ഒന്ന് വരും എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും വന്നിട്ടുണ്ട്. രേഖാചിത്രം എന്നാണ് പടത്തിന് പേര് കൊടുത്തിട്ടുള്ളത്. ഈ വർഷം ഡിസംബറിലൊക്കെ റിലീസിന് എത്തിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കേൾക്കുന്നത്. അനശ്വര രാജനുണ്ട് പടത്തിൽ. എൻ ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്നുള്ള രീതിയിലാണ് ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ തലവൻ എന്ന് പറഞ്ഞിട്ടുള്ള ആസിഫ് അലിയും ബിജു മേനോനും അഭിനയിച്ച പടം സോണി ലിവിലൂടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെപ്റ്റംബറിൽ. അത് സെപ്റ്റംബർ 12 എന്നുള്ള അറിയിച്ചു. പിന്നെ ബറോസ് എന്ന് പറഞ്ഞിട്ടുള്ള പടം ഇപ്പോൾ പോസ്റ്റ്പോണ്ട് ആയിരിക്കുകയാണ്. എന്നുവെച്ചാൽ സെപ്റ്റംബർ 12 13 റിലീസിന് എത്താതിരുന്ന പടമാണ്. അതിപ്പോൾ മാറിയിട്ട് ഒക്ടോബർ 10 ആകുമ്പോൾ റിലീസ് ആവുള്ളൂ എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തൊക്കെ VFX വർക്കൊക്കെ പെൻഡിങ്ങുള്ള കാരണം തോന്നുന്നുണ്ട്. പിന്നെ ആറാമിന് എന്തൊക്കെ കേസ് കൊടുത്തിരുന്നു ഒരാൾ, അപ്പോൾ അതൊക്കെ ഇപ്പോൾ സോൾവ് ആയിട്ടുണ്ട്. അന്ന് പറഞ്ഞു കേട്ടിരുന്നു സെപ്റ്റംബർ എന്നൊക്കെ മാറും, ഓണത്തിന് ഈ പടം റിലീസാവില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇന്ന് ഇവരൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഒരു മോശം പോസ്റ്റർ ആയിട്ട് ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്തായാലും പടം സെപ്റ്റംബർ ഓണത്തിന് റിലീസാവും എന്നുള്ളത് ഒന്നുകൂടി കൺഫേം ചെയ്തുകൊണ്ടാണ് പോസ്റ്റർ വന്നിട്ടുള്ളത്. നല്ല പോസ്റ്റർ ആയിട്ടാണ് തോന്നിയത്. പിന്നെ SK × AR ശിവാർത്തേൻ്റെ 23ാമത്തെ പടം AR മുരുകൻ ചെറുക്കുന്ന പടം, അതിൻ്റെ ഒരു അപ്ഡേറ്റ് വരുമെന്ന് പറഞ്ഞിരുന്നു. അത് വേറെ ഒന്നല്ല, ബിജു മേനോൻ പടത്തിൽ ഓൺ ബോർഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. മുന്നേ തന്നെ റൂമേഴ്സ് അന്നായിരുന്നാണ് ബിജു മേനോൻ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ കൺഫേം ആയി. ആൾ ഓൺ ബോർഡ് അതിൻ്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട് അവർ. പിന്നെ ശരിപ്പോതെ ശനിവാരം എന്ന് പറഞ്ഞ പടത്തിലത്തെ ചാരുലതടെ എന്ന് വെച്ചാൽ പ്രിയങ്ക മോഹൻ്റെ ഒരു സ്റ്റിൽ കിട്ടിയിട്ടുണ്ട്, ബിഹൈൻഡ് ദ സീനായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ പടത്തിൻ്റെ ട്രെയിലർ വരാൻ പോവാണ്, അത് ഒരു ഒഫീഷ്യലി കൺഫേം ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ട്രെയിലർ ഓഗസ്റ്റ് 13 റിലീസ് ആവുന്നത്. പിന്നെ കങ്കുവ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ നാളെയാണ് വരുന്നത് ഓഗസ്റ്റ് 12. അത് മുന്നേ തന്നെ നമ്മൾ പറഞ്ഞതായിരുന്നു. അതിൻ്റെ ടൈം അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ ടൈം അറിയിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ നാളെ 1 മണിക്കാണ് ഇതിൻ്റെ ട്രെയിലർ വരാൻ പോകുന്നത്. ഈ പോസ്റ്ററിൽ സൂര്യനെയും ബോബി ഡിയോളിനെയും കാണിച്ചിട്ടുണ്ട്. രണ്ടാൾക്കാരെ ചേർക്കുമ്പോഴും വ്യത്യാസം എന്താ വെച്ചാൽ ബോബി ഡിയോളിൻ്റെ അവിടെ ചോരായിട്ടാണ് കാണിച്ചിട്ടുള്ളത്, സൂര്യയുടെ ആ ഭാഗത്തുള്ള ചിറകിൻ്റെ മുകളിൽ തീ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. എന്തായാലും വെയിറ്റിംഗ് ആണ്, നാളെ 1 മണിക്ക് ട്രെയിലർ വരും. പിന്നെ ഇതിന് 2 ട്രെയിലർ ഉണ്ടാവും. ഒന്ന് റിലീസിൻ്റെ മുന്നായിട്ട്, എന്ന് വെച്ചാൽ ഒരു 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം മുന്നായിട്ട് ഒരു ട്രെയിലർ വരുന്നുണ്ടാവും. ഇത് പടത്തിൻ്റെ ഫസ്റ്റ് ട്രെയിലറായിട്ട് കൂട്ടാം. അപ്പോൾ പിന്നെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള തലവതി പടം തമിഴ്നാട്ടിലെ എല്ലാ സ്ക്രീനിലും ഫസ്റ്റ് ദിവസം സെപ്റ്റംബർ 5 റിലീസിന് എത്തുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അങ്ങനെ തന്നെ കേൾക്കുന്നത്. എന്ന് വെച്ചാൽ ഏകദേശം 1500 സ്ക്രീനിലായിട്ടാണ് തോന്നുന്നുണ്ട്. കേരളത്തിലും അങ്ങനെ എത്തും എന്നുള്ളതാണ് കേൾക്കുന്നത്, എല്ലാ സ്ക്രീനിലായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിക്ക റെക്കോർഡും തൂക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ പടത്തിൻ്റെ ട്രെയിലറിൻ്റെ അപ്ഡേറ്റ് നാളെ വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ 12 തിങ്കളാഴ്ച മിക്കവാറും വൈകിട്ടൊക്കെ ആയിട്ടായിരിക്കും അതിൻ്റെ പോസ്റ്ററാ അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും പറഞ്ഞു കേൾക്കുന്നത് ഓഗസ്റ്റ് 15 ട്രെയിലർ വരും എന്നുള്ള രീതിയിലാണ്. എന്തായാലും കണ്ടറിയണം എന്നാവും എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.